എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്ക്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 3 BHK ബഡ്ജറ്റ് വീട്, ഒരു നില വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടാണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചയിലാണ്. നമ്മുടെ പ്രാവച്ചമ്പലം ഹൈവേയിൽ നിന്നും മലയൻകീഴ് പോകുന്ന റോഡിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ മച്ചയിൽ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 500 മീറ്റർ, നമുക്ക് 1/2 കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 2 വീട് കൊടുക്കാനുണ്ട്. എൻ്റെ ഈ കാണുന്ന വീടും ഇതിൻ്റെ അടുത്തായിട്ട് കാണുന്ന വീടും കൊടുക്കാനുണ്ട്. ആദ്യത്തെ വീടിൻ്റെ വീട് നമ്മൾ ഇരുന്നുമ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീടും ചോദിക്കുന്ന 44 ലക്ഷം രൂപയാണ്. ഈ വീടും ചോദിക്കുന്ന 44 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിരിക്കുന്ന 5 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് വീടിരിക്കുന്നത്. 3 വലിയ ബെഡ്റൂമാണ്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്ലൈഡിങ് ഗേറ്റും നമ്മുടെ ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ള. ഫ്രണ്ട് വുഡെല്ലാം നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷും ചെയ്തിട്ടുണ്ട്. വീഡിയോ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീട് ചെയ്തിരിക്കുന്ന 2 നിലയുടെ ബേസ്മെൻറ്റിലാണ്. വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. വീട് ചെയ്യുന്ന നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. വീട്ടിലോട്ട് വരുന്ന റോഡ് നമുക്ക് ലോറി സൈറ്റാണ്. ഈ കാണുന്ന നമ്മുടെ സിറ്റൗട്ട് അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ്. നമുക്ക് ഹൗസ് സൈഡ് പെയിൻറ്റിങ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പെയിൻറ്റിങ് വരുന്നുണ്ട്, അകത്ത് ടച്ചപ്പ് വരുന്നുണ്ട്, ക്ലീനിങ് വരുന്നുണ്ട്, കിണറൊക്കെ ഇങ്ങനെ കുറച്ച് വർക്ക് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. വീടിൻ്റെ ഫ്രണ്ട് വുഡെല്ലാം നമുക്ക് പ്ലാവാണ്, ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്, ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇത് 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം വീടിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. അകത്തെ കളറൊക്കെ വന്നിട്ട് ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടൈൽ വന്നിട്ട് ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടൈലാണ്. ഇത് നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് ഡൈനിങ്ങിൻ്റെ ഏരിയയാണ്. ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ്ങിൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിറ്റിങ്സ്, വാഷ് ബേസിലെ ഫിറ്റിങ്സ് വന്നിട്ട് സെറയാണ് വരുന്നത്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വീഗാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ആഞ്ചറിൻ്റെ സ്വിച്ചാണ്. ഡൈനിങ് എന്ന് വരുന്ന ഈ ഒരു സ്പേസ് ഇത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉപകാരപ്പെടും. അതിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിൻറ്റും വരുന്നുണ്ട്. ഡൈനിങ്ങിന് അടുത്ത് നമുക്ക് ഓപ്പൺ കിച്ചണാണ്. കിച്ചണും വരുന്നുണ്ട്, വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്, മാറ്റ് ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫിറ്റിങ്സിനെല്ലാം ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. കിച്ചണിലെ അടുപ്പ് നമുക്ക് കിഴക്കോട്ട് നോക്കി നമുക്ക് കത്തിക്കാമെന്നുള്ള രീതിയിലാണ് നമുക്ക് വാസ്തു ബേസിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് വർക്ക് ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയയിലും വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിലും സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്കിൽ കൂടെയാണ് ടെറസിലോട്ട് വന്ന് സ്റ്റെയർ വന്നിട്ട് ബാക്കിലാണ് കിണറും നനകല്ലും വരുന്നത്. ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് വന്നിട്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 14x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിൻ്റെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. കബോർഡ് എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലെ കളറുകളായിരുന്നത് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിൻറ്റും 3 വാഷ്റൂമിലെ ഹീറ്റർ പോയിൻറ്റും വരുന്നുണ്ട്. റൂമിൽ നിന്ന് അടുത്തിട്ട് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇത് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഹീറ്റർ പോയിൻറ്റും വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ആയിട്ട് നമുക്ക് ചെറുതായിട്ട് ഒരു ഒതുങ്ങിയ ഡിസൈനാണ്. നമുക്ക് വീടിരിക്കുന്നത് നല്ല നീളം വാക്കിലാണ് ഇരിക്കുന്നത്. വീടിൻ്റെ അകത്ത് നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഡൈനിങ്ങിന് അടുത്ത് വരുന്നത് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിൻറ്റും വരുന്നുണ്ട്. ബഡ്ജറ്റായിട്ട് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ വീടാണ്. 5 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റിൽ
നല്ല രീതിയിൽ തന്നെ സ്പേസ്, അകത്ത് നല്ല രീതിയിൽ തന്നെ സ്പേസും വലിയ ബെഡ്റൂമുകളാണ് വരുന്നത്. ഡൈനിങ്ങിന് അടുത്ത് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമും 13x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് 3 പളിയിൽ എല്ലാ ബെഡ്റൂമിലും കണ്ട് അതേ മെത്തഡിൽ തന്നെ ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂമും. ഇതും വലിയൊരു വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മച്ചയിലാണ്. പ്രാവച്ചമ്പലം ഹൈവേയിൽ നിന്നും നമുക്ക് മലയൻകീഴിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഈ വീട് വരുന്നത്. മച്ചയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ, 1/2 കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലയ്ക്കകത്ത് നമുക്ക് 2 വീടാണ് കൊടുക്കാനുള്ളത്. രണ്ടിനും ചോദിക്കുന്ന പ്രൈസ് 44 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 5 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റാണ്. 3 വലിയ ബെഡ്റൂമാണ്, 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് 2 വലിയ വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. മുറ്റത്ത് നമുക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടി അതിനൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ്. വീട് നമുക്ക് 2 നിലയുടെ ബേസ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 44 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ പോകാൻ വേണ്ടി 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും പ്രാവച്ചമ്പലം വരെ പോകാൻ വേണ്ടി 4 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വേൾഡ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കില്ല. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ബഡ്ജറ്റായിട്ടുള്ള വേറെയും കുറച്ച് വീട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത എന്തെങ്കിലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.